ഹരേ കൃഷ്ണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇന്നിപ്പോൾ നവരാത്രിയുടെ 5-ാം ദിവസമാണ്, പഞ്ചമിയാണ്. ഇന്ന് പൂജിക്കപ്പെടുന്ന ദേവീ സങ്കല്പം സ്കന്ദമാതയാണ്. സുബ്രഹ്മണ്യസ്വാമിയെ മടിയിൽ വെച്ച് കൊണ്ടുള്ള മാതൃപ്രേമത്തിൻ്റെ സൗന്ദര്യമാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത. സ്കന്ദൻ ഉപാസന ചെയ്തിരുന്ന ശിവപാർവതീത്വത്തിൻ്റെ അവരെ ആയിരുന്നതുകൊണ്ട് ദേവിയെ സ്കന്ദമാത എന്ന് വിളിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വലിയ കഥയാണല്ലോ. താമരയിൽ 6 ശിരസ്സുള്ള സ്കന്ദനെ കണ്ട് ഒരു കുട്ടിയെ കണ്ട് ഇങ്ങനെ വാരി എടുത്തപ്പോൾ അതൊക്കെ ആയത് അങ്ങനെ മുരുകൻ്റെ ജനനം അതൊക്കെ പറഞ്ഞ. അപ്പോൾ ആ ഒരു ഭാവത്തിലാണ് സ്കന്ദൻ്റെ അമ്മയായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ദാമ്പത്യ, അതായത് സന്താന സൗഭാഗ്യത്തിനൊക്കെ സ്കന്ദമാതയെ ഉപാസിച്ച നല്ലതാണ്. എല്ലാ അഭീഷ്ടസിദ്ധിക്കും ദീർഘ ദാമ്പത്യ സൗഖ്യത്തിനൊക്കെ ഇത് നല്ലതായിട്ട്, അതായത് ഈ നവരാത്രി കാലത്ത് സ്കന്ദമാതയെ ആരാധിച്ചാൽ നല്ലതായിരുന്നു. സ്കന്ദനെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക്. 4 കൈകളാണ് ദേവിക്കുള്ളത്. വലത് കൈയിൽ 6 ശിരസ്സുള്ള ബാലമുരുകനും മറ്റേ ഇടത് കൈയിൽ താമരപ്പൂവുമാണ്. ഇടത് കൈയിൽ വരമുദ്രയും താമരപ്പൂവുമാണ് ഏറ്റിട്ടുള്ളത്. സിംഹമാണ് ദേവിയുടെ വാഹനം. ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ, ചൊവ്വാദോഷമുള്ളവർക്കൊക്കെ സ്കന്ദമാതയെ ആരാധിച്ചാൽ ദോഷശാന്തി ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് ദേവിക്ക് ഏറ്റവും പ്രിയം. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ നല്ല നമ്മൾ നവരാത്രി ദിവസം കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ കുളിച്ചിട്ട് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നല്ല ആരോഗ്യം, പോസിറ്റിവിറ്റി, സന്തോഷം എന്നിവയുടെയൊക്കെ പ്രതീകമാണ് മഞ്ഞ. അത് ധരിച്ചിട്ട് ദേവീനെ വിഗ്രഹത്തിൽ മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടും ഗംഗാജലോ കുങ്കുമം, നെയ്യ് എന്നിവയൊക്കെ സമർപ്പിച്ചുകൊണ്ട് അഭിഷേകം ചെയ്താൽ, സ്കന്ദമാതാവിന് പൂർണ്ണ ഭക്തിയോടെ അഭിഷേകം ചെയ്താൽ, ആരാധിച്ചാൽ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ്. പിന്നെ വാഴപ്പഴം പ്രസാദമായിട്ട് നൽകാം സ്കന്ദമാതാവിന്. ആ ഒരു അതിലിനി സ്കന്ദമാതാവിനെ പ്രസാദിപ്പിക്കാനുള്ളൊരു മന്ത്രം ഉണ്ട്. അത് ഇങ്ങനെയാണ്: സിംഹസംഗത് നിത്യം പത്മമഞ്ജിത കരദ്വൈ ശുഭദസ്തു സദ്ദേവി സ്കന്ദമാതാ യശസ്വിനി. ഓം ദേവി സ്കന്ദമാതായേ നമഃ എന്നുള്ള മന്ത്രമാണ് ചൊല്ലേണ്ടത്. അപ്പോൾ അത് ചൊല്ലിയിട്ട് ആരാധിക്കാൻ ശ്രമിക്കൂ. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. എന്തായാലും വെറുതെ ആരും അങ്ങനെ ചെയ്യില്ലല്ലോ. പഴമക്കാർ പറഞ്ഞതിലൊക്കെ സത്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളെല്ലാവരും അത് ചെയ്യുക. ആ മന്ത്രം ചെല്ലാൻ പറ്റുന്നവരൊക്കെ ചൊല്ലുക. നവരാത്രി കാലമാണ്. എല്ലാ ഹിന്ദു ഭവനങ്ങളിലും അതിൻ്റെ പ്രത്യേകതകളുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയെങ്കിലും ഇല്ലാത്ത വീടുണ്ടാവില്ല. അപ്പോൾ ആ കുട്ടിയുടെ പുസ്തകം പൂജയ്ക്ക് വെക്കലും എല്ലാതുമായിട്ട് നമ്മൾ ഓരോരുത്തരും ആ നവരാത്രി ദിനങ്ങളിൽ നടക്കുന്ന ആളുകളാണ്. ഇനി അതല്ലാത്ത ആളുകളായാലും അവർക്കും നവരാത്രി വ്രതത്തിൻ്റെ പിന്നാലെ തന്നെയാണ് എല്ലാ ഭക്തരും നവരാത്രി വ്രതം ആചരിക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ആ സ്കന്ദമാതായുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നവരാത്രി ആശംസകൾ.